നമസ്കാരം, പോപ്പി പെറ്റലിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ചെറുമകളുടെ ജൽസയാണ്. അർപ്പിതയുടെ മകൾ സാൻവിയുടെ ജൽസയാണ്. അപ്പം ഞങ്ങൾ ജൽസ നടക്കുന്ന ഹോളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പം എല്ലാ വിശേഷങ്ങളും ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ജൽസ നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൗൺ റെസിഡൻസിലാണ് നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് കേരള പരിവാറിലെ നായിക്ക് രഞ്ജിത് വന്നിട്ടുണ്ട്. അപ്പം യാത്രയ്ക്ക് ഇങ്ങനെ ശ്രീകുട്ടി വന്നിട്ടുണ്ട്. ശ്രീകുട്ടി, സനാസുനി, ഞങ്ങളെല്ലാരും വന്നിട്ടുണ്ട്. കാർത്തിക് വന്നിട്ടുണ്ട്. എന്റെ മക്കളെല്ലാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഹാളിലെ പൂജയും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്. ശ്രീകുട്ടി നമിത, കേരള പരിവാറിലെ നായിക്ക് ശ്രീകുട്ടി നമിത വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എങ്ങനെയുണ്ടായിരുന്നു യാത്രയ്ക്ക്? എങ്ങനെയുണ്ടായിരുന്നു? കൊറോണ അപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ജമാഅത്ത് എന്ന് പറഞ്ഞു ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും കൂടിയിട്ടിരുന്ന് ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്തിട്ട് മകളാവാനും മകനാവാനുമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഫാമിലി കൂടിയിട്ടാണ് കുടുംബത്തിലേക്ക് ആള് ചേർക്കുന്നത്. അപ്പം എൻ്റെ പരിവാറാണ്. എറണാകുളം പരിവാറിലാണ്. അതിഥി നായിക്ക് അവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങള് ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഉണ്ട്. മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി കുറച്ച് തിരക്കുകളായിരിക്കും, അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കേരള പരിവാറില് ഡോക്ടർ പരിവാർ, ലക്ഷ്മി നായിക്ക്, ചേല, ശ്രീകുട്ടി നമിത, രഞ്ജിനി പിള്ള. ഞങ്ങള് രണ്ട് ഫാമിലിയാണ്. അതില് പിള്ള ഫാമിലി എന്ന് പറയുന്ന എന്റെ ഫാമിലി തിരുവനന്തപുരത്തുണ്ട്. ഞങ്ങളിപ്പം കേരള പരിവാറിൽ കൂടെ നിങ്ങൾ പിള്ള പരിവാർ മാത്രമല്ല, ഡോക്ടർ പരിവാർ. ഡോക്ടർ എനിക്ക് വേറെ പരിവാർ എന്റെ അമ്മയുടെ പരിവാർ. അപ്പം ഞങ്ങളുടെ എൻ്റെ മോളുടെ ജൽസയാണ്. അപ്പം ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പം സർദാർ ഡോക്ടർ ലക്ഷ്മി നായിക്ക്, ചേല, ശ്രീകുട്ടി നമിത, രഞ്ജിനി പിള്ള പരിവാർ ആയിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം കേരള പരിവാറിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണ്. ഞങ്ങളുടെ മോളുടെ ജൽസയ്ക്ക് വേണ്ടി ആനിക്കാണ്. എല്ലാവരും നല്ല സന്തോഷം. നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നു. എന്നാലും പെട്ടെന്ന് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലേറ്റ് ആകുന്ന ഒരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈമിലായിട്ട് വന്നു. അതിഥി മോളെ സുഖമാണോ? നിനക്ക് എന്തുണ്ട് വിശേഷം? നിനക്ക് സുഖമാണോ? പിന്നെ അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. എല്ലാരും മകൾക്കാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ജൽസ ചടങ്ങ്. ആ ജൽസ ചടങ്ങ് കൊറോണ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് മാത്രം വിളിച്ച് നമ്മൾ കുടുംബത്തിലുള്ള കേരള പരിവാറിൽ ഉള്ള അംഗങ്ങൾ മാത്രം വെച്ചുള്ള ഒരു ചടങ്ങാണ് നടത്താൻ പോകുന്നത്. അപ്പം അതിനെ എല്ലാവരെയും ഈ ജൽസയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പരിവാറിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ഡോക്ടർ പരിവാറാണ്. ഡോക്ടർ ലക്ഷ്മി നായക്കിൻ്റെ ചേരയാണ്. എനിക്കൊരു പരിവാറുണ്ട്. ഇപ്പോൾ എൻ്റെ നിലവിൽ എനിക്കൊരു പരിവാർ, ഒരു മകനും ഒരു മോളും മാത്രമേ ഉള്ളൂ.
എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ശ്യാമയാണ്, മകനെന്ന് പറഞ്ഞാൽ കാർത്തിക്കാണ് നിലവിൽ. പിന്നെ ഇവിടെ എറിയത്തൊന്നും ഇപ്പോൾ അഡ്വൈ ചെയ്ത് ആരും അയച്ചിട്ടില്ല. ഇപ്പം നിലവിൽ എൻ്റെ ഫാമിലി 2 പേര് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്താണ് എൻ്റെ ഫാമിലി ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മൊത്തമായിട്ട് ഒരു പരിവാർ ഉണ്ടാക്കിയിട്ട് പരിവാറിൽ നമുക്ക് ഒരു പരിവാർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ റിലേഷൻഷിപ്പുകളും നമ്മൾ മാത്രം ഉൾക്കൊള്ളാതെ പരിവാറുകൾ നമ്മളെല്ലാവരും ഈക്വലായിട്ടുള്ള ആൾക്കാരാണ്. അവർ വലുത് അവർ നായകർ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും കുടുംബത്തിൽ നിന്ന് വേർപെട്ട് വന്നവരാണ്. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, നമ്മളെ കൂടെ നിർത്തുന്നവരുണ്ട്, കൂടെ നിർത്താത്തവരുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പരിവാർ, ഒരു കുടുംബം, നമുക്ക് അമ്മയെന്ന് പറയാനുള്ള ആൾ, അല്ലെങ്കിൽ അനിയനെന്ന് പറയുന്ന ആൾ, പിന്നെ സഹോദരി എന്ന് പറയുന്ന ആൾ, കല്യാണം കഴിച്ചപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന മരുമകൻ, അവരെ സഹോദരി, അങ്ങനെയൊക്കെ സാധാരണക്കാരുള്ളവരുടെ പരിവാർ നമുക്കും ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഈക്വലാണ്. ആരും മരുന്നല്ല, ആരും നായകന്മാരൊന്നുമല്ല. നമ്മളെല്ലാവർക്കും റിലേഷൻഷിപ്പിൻ്റെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. എപ്പോഴും ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ മരണം വരെ നമുക്ക് ബന്ധങ്ങൾ മുതൽക്കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബന്ധങ്ങൾക്ക് വില കൊടുത്ത് മുന്നോട്ട് പോകാം. ഇതിലിവിടെ ആരും വലിയവരെല്ലാം എല്ലാവരും നമ്മൾ സമാനക്കാരാണ്. എല്ലാവരും ട്രാൻസ് ജെൻഡേഴ്സാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് എല്ലാവരും ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ എങ്കിലും കുടുംബമായിട്ട് എല്ലാം റെസ്പെക്ട് ചെയ്യണം. അമ്മയെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും മുന്നോട്ട് പോയാലും ദൈവം സന്തോഷമാണ്. എല്ലാവരും നല്ല രീതിയിൽ അനുഗ്രഹിക്കും. എൻ്റെ പേര് രഞ്ജിനി പിള്ള. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഒരു പരിവാറും ജൽസയുള്ള കാര്യം തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു, ലക്ഷ്മി നായക്. ഇപ്പോഴും നമ്മുടെ ഗുരുവാണ്. അത് ഞങ്ങളെ 2 പേരെയും ചേലയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സഹോദരി കൂടെ, പിന്നെ 3 പേരെയും ചേലയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് കവർ ചെയ്താണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിഥിയുടെയും രാഗരഞ്ജിനിയുടെയും നേതൃത്വത്തിൽ, അല്ലെങ്കിൽ രാഗരഞ്ജിനി ഇപ്പം എറണാകുളത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. അങ്ങനെ അല്ല വേണ്ടത്. നമുക്ക് കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് വന്നാണ് മക്കളായിട്ട് നമ്മൾ അടുത്ത് വരുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് നമുക്ക് അമ്മമാർക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു കേരള മതേഷ് പരിവാർ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങാം എന്നുള്ളൊരു തീരുമാനം. അപ്പം തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നാൽ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് നിന്ന് എല്ലാ ജില്ലയിലും വരാം. കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് എറണാകുളത്തുള്ളവർ അങ്ങോട്ട് പോകും. അപ്പം നമ്മളെല്ലാം ഐക്യത്തോടു കൂടി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു കേരള മതേഷ് പരിവാർ. ഈ കേരള മതേഷ് പരിവാറിൽ തന്നെ കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ഓരോ ജില്ലയിലും ഓരോ അമ്മമാരുണ്ട്. ഇപ്പം രാഗരഞ്ജിനി അമ്മയാണ്, ശ്രീകുട്ടി അമ്മയാണ്, അതിഥി അമ്മയാണ്, ഞാൻ അമ്മയാണ്. അപ്പോൾ ഓരോ ഫാമിലിയിലും അവർക്ക് കേരള മതേഷ് പരിവാറിൽ രാഗരഞ്ജിനി രാഗ പരിവാർ അല്ലെങ്കിൽ രാഗയുടെ വീട്ടിലെ മക്കളാണ് നിങ്ങൾ. ശ്രീകുട്ടിയുടെ മോളെ കാര്യം മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് കുറേ മക്കളുണ്ട്. എല്ലാവരും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഫംഗ്ഷൻ. എൻ്റെ പേരിൽ 4 ഇതുവരെ റീത്തഴിച്ച് പോയിട്ടില്ല. എൻ്റെ ഒരു മോളും സനാസുനി എന്ന് പറയുന്ന എൻ്റെ ഒരു മോളും എൻ്റെ ഒരു മകളുടെ മകള് ചെറുമോളും വന്നിട്ടുണ്ട്. സൽമയുടെ മോളും. ഞങ്ങൾ 3 പേരുമാണ് ഞങ്ങളെ പരിവാറിൽ വന്നത്. ഞങ്ങളുടെ പരിവാറിൻ്റെ പേര് ഡോക്ടർ പരിവാർ എന്നാണ്. ഡോക്ടർ പരിവാറിൽ നായക് ലക്ഷ്മി അമ്മ ചേല, രഞ്ജിനി പിള്ള, മൂത്തത് ശ്രീകുട്ടിയാണ്, 2ാമത്തെ ഞാനാണ്. എൻ്റെക്ക് ഒരുപാട് മക്കളും മരുമക്കളും ചെറുമക്കളും രാഗത്തിനെ പോലെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഫാമിലി ആയിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ പരിവാർ പിള്ള ഫാമിലി എന്നാണ് എൻ്റെ കുടുംബത്തിൻ്റെ പേര്. ഇനിയുള്ള നിങ്ങളെല്ലാ ഫംഗ്ഷനും നമ്മളെ കേരള പരിവാറുമായിട്ട് ചേർന്ന് കേരള പരിവാറിലെ ഡോക്ടർ പരിവാറായിട്ട് നമ്മൾ വന്ന് എല്ലാത്തിനും പങ്കെടുത്ത് നിങ്ങളെയൊക്കെ ഉന്നമനത്തിൽ, നിങ്ങളെയൊക്കെ നല്ല ക്ഷേമത്തിന് വേണ്ടി ഈ പരിവാർ അമ്മ മക്കൾ ബന്ധം, ഭർത്താവ് അനിയൻ അനിയത്തി, ഇങ്ങനെ ഒരു ബന്ധത്തോടുള്ള സ്നേഹത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവരെയും അതിനുവേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളൊരു കുടുംബമാണ്. ഞങ്ങൾ ഒറ്റ കുടുംബമാണ്. ഞങ്ങളൊരു കുടുംബം പോലെ ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ എഴുതിയാണ്. നമ്മുടെ കുടുംബം അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഞങ്ങൾ അങ്ങനെയാണ് ആയതും നിന്നോണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒറ്റ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ കുടുംബത്തിൽ തന്നെ പരിപാടിയാണ്. എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ഒരാളല്ല. ഞങ്ങളാണ് ഇതൊക്കെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിലെ
അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഒരുമിച്ച് ഇപ്പൊ ഡോക്ടർ പരിവാരത്തിൽ തന്നെ ഞങ്ങൾ ഞാൻ റീത്ത് എനിക്ക് ഫസ്റ്റ് ഇട്ടു, ഞാൻ മൂത്തത് രണ്ടാമത് റീത്ത് ഇട്ടത് ഇവളായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളവർ അവിടെ എൻ്റെ അവിടെ ഇതൊന്നും നടന്നില്ല. എനിക്കൊരു മോളല്ലേ ഉള്ളൂ, 30 മക്കളുണ്ട്, ഇത്രയും പാൽ നടന്നൊക്കെ ഉള്ള വീട്ടിൽ തന്നെ. ഇങ്ങനെ നമ്മളൊരു കുടുംബം പോലെ തന്നെ എല്ലാം നടത്തിക്കൊണ്ടുവന്നതൊക്കെ. അല്ല, നമ്മളിവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായി ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നത് വിശ്വാസം കൾച്ചറിന്റെ ഭാഗമല്ലാന്നൊക്കെ പബ്ലിക്കായിട്ടും കയറി പറയുന്ന ആളുകൾ വരെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് വിശ്വാസം പാടില്ല, ഇതൊക്കെ വെറുതെയാണ്, നമ്മൾ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ വർഷപൂജ ജൽസ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതൽ കാര്യക്ഷമമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരിയല്ല. ഇപ്പോൾ ഒരു ഡോക്ടർ പഠിച്ചാലോ എഞ്ചിനീയർ ആയാലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിഗ്രി എടുത്താലോ അതൊക്കെ പോകുന്നതൊക്കെ അത് നമ്മൾ ഇപ്പോൾ സാധാരണക്കാരായ സ്ത്രീകളെല്ലാവരും അവരെല്ലാം ഡിഗ്രി എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരാരും പൊങ്കാലയിടാൻ പോകാതിരിക്കുന്നില്ല, പള്ളിയിൽ പോകാതിരിക്കുന്നില്ല, അവരെല്ലാവരും മോസ്കിൽ പോയി നമസ്കരിക്കാതിരിക്കുന്നില്ല. അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറായ നമുക്കൊരു വിശ്വാസമാണിത്. ജൽസ എന്ന് പറയുന്നത്, വർഷപൂജ എന്ന് പറയുന്നത്. അത് പാരമ്പര്യ കാലം മുതൽക്ക് തന്നെ 700-800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിജഡ കൾച്ചറിൽ ഇത് ഇങ്ങനെ നടത്തി വരുന്നതാണ്. ആ ഒരു സമ്പ്രദായം തന്നെ നമ്മൾ അത്രയും കൾച്ചറായിട്ടൂടെ നടത്തിയില്ലെങ്കിൽ പോലും വിശ്വാസത്തിന് പുറത്ത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടിയാണ്. അതൊരു തെറ്റായിട്ട് ആൾക്കാർ ചിത്രീകരിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതല്ല, നമ്മളെല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്ത് നമ്മുടെ വിശ്വാസം, നമ്മളൊരു സ്ത്രീയായി പൂർണ്ണതായിട്ട് മാറുമ്പോൾ ദേവിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനും ഐശ്വര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇത് കാണുന്നത്. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ അത് കുറ്റം പറയുന്നത് തന്നെ വീണ്ടും ഇതെല്ലാം പിന്നെ വീട് വിട്ട് നാടും വിട്ട് നമ്മൾ വന്നു. നമ്മൾ വീടും നാടും ഒക്കെ വിട്ട് നമ്മൾ വന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു ആൺകുട്ടിയായിട്ട് നമ്മൾ ജനിച്ച് നമ്മൾ കല്യാണത്തിന് പോകില്ലേ, നൂലുകെട്ടിന് പോകില്ലേ, ഓരോ അപ്പൊ നമ്മളെന്ത് പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് ആൾക്കാരെ കാണിക്കാനോ എന്തെങ്കിലും. പെൺകുട്ടികളാണെങ്കിൽ പട്ടുസാരി വാങ്ങും, കല്യാണം. നമുക്ക് ഇതൊന്നും നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്. ഇന്നും ഇന്നാര ജൽസ അല്ലെങ്കിൽ ഇന്നാര കല്യാണം, അപ്പോൾ നമ്മളിങ്ങനെ സാരി കൊടുക്കണം. നമുക്ക് നമ്മുടെ സ്ത്രീ ആകുമ്പോൾ നമ്മുടേതായ ആഗ്രഹങ്ങളും കൂടി നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. ഒരു കാലഘട്ടത്തില് ഏതെങ്കിലും സിബിയുടെ വാർഷികം വരുമ്പോഴായിരുന്നു ഇതുപോലുള്ള കൂടിച്ചേരലുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വേറെ ഫംഗ്ഷനുകളൊന്നും ഉണ്ടായിട്ട് ഇല്ല. അതിന് ശേഷമാണ് കൾച്ചർ കേരളത്തിലേക്ക് വരും ജൽസ പോലുള്ള ചടങ്ങുകൾ. ജൽസ ഞാനാണ് ആദ്യമായിട്ട് കേരളത്തിൽ അതിഗംഭീരമായിട്ട് എൻ്റെ ജൽസയാണ് നടത്തിയത്. അതിന് ഞാൻ ഒരുപാട് വിമർശനം കേട്ട്, അവിടെ നടക്കുന്നത്, ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത്, ഈ ജൽസ എന്തിനെ കൊണ്ട്. ഞാനാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് പബ്ലിക്കായിട്ട്, അതായത് ഇത്രയും വീഡിയോസിനെ വിളിക്കുകയും അത്രയും കേരളത്തിലെ കാസർഗോഡ് മുതലുള്ള എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും വിളിച്ച് അന്ന് വലിയ ഗംഭീരമായിട്ട് ജൽസ കേരളത്തിൽ നടത്തിയതാണ്. അന്ന് കുറ്റം പറഞ്ഞവർ ഒരുപാട് പേര് പിൽക്കാലത്ത് പിന്നെ അത് ഫോളോ ചെയ്ത് ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് പിന്നെ പരസ്യമായിട്ടും ഒക്കെ അവരൊക്കെ നടത്തിയത്. കുറ്റം ഒളിഞ്ഞിരുന്ന് പറയുകയും പിന്നെ അത് രഹസ്യമായിട്ട് നടത്തുക, അങ്ങനെ ആവശ്യമില്ല. നമ്മൾ വിശ്വാസം, നമ്മൾ ഒരു ഇടായിട്ട് ജനിച്ചു, ഇനി അത് മാറി നമ്മൾ സ്ത്രീയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു വിശ്വാസം ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അനുഗ്രഹവും സന്തോഷവും ഐശ്വര്യവും നമുക്ക് കിട്ടേയുള്ളൂ. അത് എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മളിത് കൊണ്ടുവന്നവർ എല്ലാവരും ചെയ്യുന്ന എല്ലാ ഇതൊരു വിശ്വാസമായിട്ട് ചെയ്തിരിക്കണം. അതിനൊരു നമ്മൾ നാണക്കരയുടെ അവിടെ നിന്ന് വിളിച്ചിട്ടൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മളൊരു ഒരുമിച്ച് എല്ലാവരും കൂടെ ഉള്ളൊരു കൂടിക്കാഴ്ചയും പരസ്പരം പരിചയപ്പെടലും ഒക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടെ ജീവിതത്തിൽ. അല്ല, ഞാൻ ഇവർക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് നാഗരജിയുടെ മോളുടെ അർപ്പിതയുടെ മോള് സാൻവിയുടെ ചടങ്ങിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂട്ടിയിരിക്കുന്നത്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഒരാളെ എൻ്റെ മക്കളെല്ലാം, കാരണം നമ്മൾ പല രീതിയിൽ ആ സ്നേഹിച്ച് കഴിയുമ്പോൾ എനിക്കും ഒരു കുടുംബം വേണമെന്നും എൻ്റെതായ സ്വാതന്ത്ര്യം കാണിക്കാനും എനിക്ക് കൂടുതൽ സ്നേഹിക്കാം. നമ്മൾ ഒരുപാട് പേര് സ്നേഹിച്ചിട്ട് നമ്മൾ ആ സ്നേഹം കൊടുത്തിട്ട് പോലും നമ്മളെ ഇവിടെ സ്നേഹം കാണിച്ചിട്ട് അപ്പുറത്ത് നമ്മളെ ചീത്ത പറയുന്ന രീതിയിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തിനാണ് എനിക്ക് എൻ്റെതായ ഒരു കുടുംബം വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു പരിവാർ, ഞാൻ പരിവാറുണ്ടെന്ന് എൻ്റെ എറണാകുളത്ത് ഞാൻ ശക്തമായി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്.
അതിൻ്റെ പേരിൽ പലരും ഗ്രൂപ്പുകളിൽ വന്ന് എന്നെ തെറി വിളിക്കുകയും കൂട്ടമായി ആക്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മാതാ സഹായം എന്ന് മാത്രം മാതയുണ്ട്. പെറ്റൽസിൻ്റെ പാർട്ട് 1 ആണ് നിങ്ങൾ കണ്ടത്. അപ്പം ഞങ്ങളുടെ ജൽസ ചടങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വളരെ ആ ചടങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ എടുത്തതാണ്, നല്ല റിസ്ക് ആയിട്ട് തന്നെ എടുത്തതാണ്. അപ്പം അത് അപ്ലോഡ് ചെയ്തത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ഇത് പാർട്ട് 1 ആണ്. ബാക്കിയൊക്കെ ഇനി അടുത്ത സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടായിട്ട് കാണാം. നിങ്ങളെല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.